ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യുവജനങ്ങൾക്കായി സർക്കാർ ചെലവിൽ പണിതീർത്ത സ്വർഗ്ഗലോകത്തേക്കാണ്, സ്വപ്നഭൂമിയിലേക്കാണ്. അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള മാനവീയം വീഥി എന്നുത്തരം. ഈ വീഥി രാത്രി മുഴുവനും സജീവമാണ്. ആർക്കും ഇവിടെ വരാം. കപ്പലണ്ടിയും കുറച്ച് പാനിപ്പൂരിയും കഴിച്ച് എത്ര നേരം വേണമെങ്കിലും സ്വറ പറഞ്ഞിരിക്കാം. ആരും തടയില്ല. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയില്ല. പക്ഷേ ഒന്നും അതിര് കടക്കരുത്. പോലീസ് എയ്ഡ് പോസ്റ്റ് തൊട്ടടുത്തുണ്ട്. 2023 ഒക്ടോബർ ആദ്യ വാരം പ്രവർത്തനം തുടങ്ങിയ രാജ്യത്തെ ആദ്യ നൈറ്റ് ലൈഫ് പ്രോജക്റ്റാണിത്. വിദേശ രാജ്യങ്ങളിൽ എന്ന പോലെ വൃത്തിയായി സൂക്ഷിക്കുന്ന 100 മീറ്റർ മാത്രം നീളമുള്ള ഒരു റോഡാണിത്. ഭിത്തികളിൽ നിറയെ വർണ്ണചിത്രങ്ങൾ. ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്ന അനുപമ ഇലിയാസ്, ആഷ്യ കെ സുരേഷ്, ജലജ PS, ജയ PS, ഹെൽന മെറിൻ ജോസഫ്, ഹിമ ഹരിഹരൻ, മറിയം ജാസ്മിൻ, മോന ഇസ, സബിത കടന്നപ്പള്ളി, സാറ ഹുസൈൻ, ശിൽപ കെ, സൗമ്യ VN, യാമിനി മോഹൻ എന്നിവർ വരച്ചതാണിവ. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്ത. യുവതി യുവാക്കളുടെ ഇഷ്ട കേന്ദ്രമാണിവിടം. പാട്ടും ഡാൻസും നിറഞ്ഞു തൊടുമ്പുന്ന വഴിയോരം സന്ധ്യയാകുമ്പോഴേ സജീവമാകും. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയും നേരം ഇവിടെയും നിയോൺ വിളക്കുകൾ തെളിയും. പിന്നെ അങ്ങോട്ട് വിവിധ കലാപരിപാടികൾ പൊടിപൊടിക്കും. ഒരിടത്ത് ആരോഗ്യ പ്രവർത്തകരുടെ ബോധവൽക്കരണ പരിപാടികൾ നടക്കുമ്പോൾ മറ്റൊരിടത്ത് മ്യൂസിക് ബാൻഡുകളുടെ സംഗീത നിശ അരങ്ങേറും. അവയർനെസ് ആയിട്ട് നടത്തുകയാണ്. അപ്പോ അതിന്റെ ഒരു ബാനറായിട്ട് ചെറിയ പരിപാടി ഒരു ക്യൂർ ആയിട്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ലൈഫ് പ്രൊളോങ്ങേഷൻ അല്ലാതെ മാക്സിമം ക്യൂർ ആയിട്ട് തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. सबको मालूम है सबको खबर हो गई आजकल तेरे मेरे मेरे तेरे तेरे मेरे मेरे तेरे तेरे मेरे प्यार के चर्चे हर जुबान पर सबको मालूम है सबको खबर हो गई. Thank you so much. ഇനിയൊരിടത്ത് പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും കൊണ്ട് ഒരു കൂട്ടരെത്തും. നന്നായി വളർത്തും എന്നുള്ളവർക്ക് ഇവയെ ദത്ത് നൽകും. ചില ദിവസങ്ങളിൽ ഇങ്ങനെയും ചില കാഴ്ചകൾ കാണാം. ഇനി ഐസ്ക്രീം കഴിക്കണോ, കാപ്പി കുടിക്കണോ, വായ്ക്ക് രുചിയായി വല്ലതും കഴിക്കണോ? അതിനും വഴിയുണ്ട്. ഫുഡ് കോർട്ട് ഓക്കെ. 2 ചൂട് വെച്ചാൽ പുട്ടും മുട്ടയും തട്ടാം. ദോശയും ഓംലെറ്റും കഴിക്കാം. കൂടാതെ പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, മോമോസ് എന്നിവയൊക്കെ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് സെൻ്ററുകളും അടുത്തുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാനും മാനവീയം വീഥിയുടെ മനോഹരമായ ആംബിയൻസിൽ കാഴ്ചകൾ കണ്ടു നടന്നു. രാത്രി 2 മണിക്ക് പോലും ഒട്ടും ഉറക്കച്ചടവില്ലാതെ വളരെ എനർജറ്റിക്കായി നടക്കുന്ന യുവജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഞാനും ചെറുപ്പമായതുപോലെ, ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ. ടെൻഷൻ ഫ്രീ ആയി നടന്നതുകൊണ്ടാവാം ആ രാത്രിയിൽ നേരം പോയത് അറിഞ്ഞില്ല. ഉറക്കച്ചടവോടെ മാനവീയ വീഥിയുടെ നിറഞ്ഞ വഴിത്താരകളെ പിന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ, നഗരം തണുപ്പിൽ മുങ്ങി ഉറങ്ങുമ്പോൾ ഒട്ടുമുറങ്ങാതെ ഒരേ ഒരു വീഥി, മാനവീയം വീഥി.